സോളാവുട്ടിൻ്റെ ഫ്ലവേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് സെയിം ഫുൾ ഷീറ്റ് തന്നെയാണ്. അപ്പോൾ കുറച്ച് നല്ലത് നോക്കിയെടുക്കണം. കാരണം നമുക്ക് അതിൻ്റെ ഏകദേശം കുറച്ച് ഒരു 3/4 ഭാഗം മതി. ഇങ്ങനെ ലെങ്ത് വൈസ് നമുക്ക് 1/4 ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത്രയും മതിയാവും. എന്നിട്ട് ഇത് സൂക്ഷിച്ച് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ലെങ്ത് വൈസ് തന്നെ സൂക്ഷിച്ച് ഫോൾഡ് ചെയ്യണം. ചിലപ്പോൾ ഒന്ന് അത് പതുക്കെ ഒടിഞ്ഞു പോകും, പക്ഷെ കുഴപ്പമില്ല. എന്നാലും അത് കളയേണ്ട ആവശ്യമില്ല. കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. വളരെ സൂക്ഷിച്ച് നമ്മളൊന്ന് മടക്കും. ഇവിടെ ഒടിഞ്ഞു പോകരുത്. അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് നോക്കിയെടുത്താൽ മതി. ചിലതിന് വല്ലാണ്ട് തിക്കായിട്ട് തോന്നുന്നത് നമ്മൾ എടുക്കണ്ട. കുറച്ചും കൂടെ തിന്നായിട്ടുള്ള പേപ്പർ നോക്കിയെടുത്താൽ മതി. അപ്പോൾ തിക്നെസ് കൂടുമ്പോഴാണ് അത് ഒടിഞ്ഞു പോണത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് സെയിം നമ്മളിങ്ങനെ ഇതിൻ്റെ ഹാഫായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് വീണ്ടും നമ്മൾ മടക്കി കട്ട് ചെയ്യാൻ നോക്കണ്ട. ഇങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് പീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ കുഴപ്പമില്ല. മാക്സിമം ശ്രമിക്കുക നമുക്ക് ഇത്രയും ലെങ്ത്തിൽ കിട്ടാനായിട്ട്. നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഇതും ഏറ്റവും ഇങ്ങനെ വീതി കുറച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും ഭംഗിയുണ്ടാവും. അപ്പോൾ സൂക്ഷിക്കണം, വിട്ടു പോകാണ്ട് സൂക്ഷിക്കണം. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ ഹാഫ് വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളിതിനെ റോൾ ചെയ്തെടുക്കണം. ചുമ്മാ റോൾ ചെയ്താൽ മതി, ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ ഈ എൻഡ് കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരാൻ നോക്കിയാൽ മതി. അത് കയറി ഇറങ്ങി പോവാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് ചുറ്റിയെടുക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നൊക്കെ പൊട്ടിപ്പോയി അതിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പൊട്ടില്ല അത്. എന്നിട്ട് നമ്മളിതിൻ്റെ അറ്റം അടിയിൽ പിടിച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യും. നമുക്ക് വളരെ ഭംഗിയുള്ളൊരു പൂ കിട്ടും. നല്ല ഭംഗിയുള്ള ഫ്ലവറാണിത്. ഒത്തിരി ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഭംഗിയാണ്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഫാബ്രിക് പെയിൻ്റൊക്കെ എടുത്ത് നമ്മൾ ചെറുതായിട്ട് കയ്യിലോട്ട് എടുത്ത് ഇതിൻ്റെ അറ്റത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് ഇപ്പം ബൊക്കെയൊക്കെ ആണെങ്കിൽ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതാണ് ഫ്ലവർ വയറെടുത്തിട്ട് ഇത് മീഡിയം സൈസാണ്. ഇതിങ്ങനെ തന്നെ ചുറ്റാം. പിന്നെ ഇതിൻ്റെ അറ്റത്തേക്ക് അങ്ങനെ കൊണ്ടുവന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ തിക്കായതുകൊണ്ട് അത് അങ്ങനെ നിൽക്കുള്ളത്. ഇത് നമുക്ക് ഫ്ലവർ ടേപ്പ് ചുറ്റി കൊടുക്കാം. വളരെ ഈസി അല്ലേ. നമ്മളിപ്പോൾ ഒന്നും അതുമേ ആ കട്ട് ചെയ്യുന്ന മാത്രം ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒത്തിരി ഒരുമിച്ചങ്ങ് കട്ട് ചെയ്തിട്ടാണ്. പിന്നെ നമുക്കങ്ങ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ചുമ്മാ അത് റോൾ ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നൂലൊന്നും യൂസ് ചെയ്യാനില്ല, ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ ഒരേ പെറ്റലായിട്ട് കട്ട് ചെയ്യുന്നില്ല. ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കുക. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും ഫ്ലവേഴ്സ് ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി മനസ്സിലായില്ലേ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത് വളരെ ഈസിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം.